കേരളത്തിലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ മെയ് 15-ാം തീയതി ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഓപ്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട്. ഓപ്ഷൻ നൽകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നൽകേണ്ട ഓപ്ഷൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട സ്കൂള്, ആ ഓപ്ഷൻ ആയിരിക്കണം ആദ്യം നൽകേണ്ടത്. തൊട്ടു താഴെ നൽകേണ്ടത് അടുത്ത സ്കൂള്, അടുത്ത കോഴ്സ്, അതായത് കുറച്ചുകൂടെ താല്പര്യം കുറഞ്ഞത്. ആ ക്രമത്തിൽ താഴേക്ക് നൽകുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തെറ്റായ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ഏറ്റവും ആവശ്യമില്ലാത്ത സ്കൂളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ തൊട്ട് താഴെ കിടക്കുന്ന ഓപ്ഷനുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകാൻ ഉള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് പരിശോധിച്ചിട്ട്, വിദ്യാർത്ഥിയുടെ റിസൾട്ട് പരിശോധിച്ചിട്ട് ആ റിസൾട്ടിന് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തെയുമായി ബന്ധപ്പെട്ട് അതൊന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസുകൾ ആവശ്യമില്ലാതെ കൊടുക്കേണ്ടി വരും. അടുത്തത്, നമുക്കുള്ള റിസർവേഷൻ, നമ്മൾ ജനറൽ കാറ്റഗറി, OBC, SC. അപ്പം നമ്മുടെ പേരൻസുമായിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ പേരൻസിനോട് ചോദിച്ചിട്ട് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ജനറൽ കാറ്റഗറി ആണോ, SC ആണോ, OBC ആണോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യം, ചില ഇൻ്റർകാസ്റ്റ് മാരേജ് ഒക്കെ ഉള്ള കേസിൽ നമ്മൾ നേരത്തെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ പറയുന്ന ജാതി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ OBC ആണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങണം. അത് കരസ്ഥമാക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ അപേക്ഷയോടൊപ്പം റിസർവേഷൻ വെക്കുന്നത് നമുക്ക് കിട്ടില്ല. അപ്പോൾ റിസർവേഷൻ വെച്ചതുകൊണ്ട് അപേക്ഷയോടൊപ്പം നമ്മൾ ആ കാറ്റഗറി കൊടുത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജനറൽ കാറ്റഗറിയിലേക്ക് പോകും എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എങ്കിലും ആ സമയത്തുണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് സാധിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ജനറൽ കാറ്റഗറിയിൽപ്പെട്ട, പ്രത്യേകിച്ച് നായർ വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും പെട്ട ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അവർ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇപ്പോൾ അവർ പലരും നമ്മളോട് പറയാറുള്ളതും അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നതുമായ കാര്യം, EWS എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു 10% റിസർവേഷൻ ഉണ്ട് ഈ കാറ്റഗറിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന. അപ്പോൾ അത് കൃത്യമായിട്ട് ആ റിസർവേഷൻ വാങ്ങിയെടുക്കാൻ ഈ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. എങ്ങനെ? ജനറൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ, വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ, അവർ EWS. അപ്പോൾ അവരുടെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ അവർ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ തയ്യാറാകണം. അതേപോലെ അവരുടെ പേരൻസിൻ്റെ കാസ്റ്റ് ശ്രദ്ധിക്കണം. ഇൻ്റർകാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ജനറൽ കാസ്റ്റിലാണോ എന്നുള്ളത് ഒന്നും കൂടെ ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോട് ഇപ്പോഴേ അപ്ലൈ ചെയ്ത് ഇത് രണ്ടും തയ്യാറാക്കി വെക്കുക. അപ്പോൾ EWS സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് ഒരു കാരണവശാലും, അത് ആ അർഹതയുള്ള വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും അത് മേടിച്ച് എടുക്കാൻ മറക്കരുത്. അത് മേടിച്ചെടുക്കണം. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകുമ്പോൾ EWS കാറ്റഗറിയിലാണ് എന്ന് ഉറപ്പായിട്ട് പറയുകയും വേണം. കാര്യം സ്റ്റേറ്റ് പർപ്പസിന് ഈ പറയുന്ന 8 ലക്ഷം വരെയാണ് 8 ലക്ഷം വരെ വരുമാനമുള്ളവരെല്ലാം, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം EWS കാറ്റഗറിയിൽ വരും. എന്നാൽ സെൻട്രൽ പർപ്പസിന്, സെൻട്രൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ തൊഴിൽ പർപ്പസിന് ഈ EWS കാറ്റഗറിയിൽ നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അതിന് 3 സെൻറ്റിൽ താഴെ ഭൂമി മാത്രമേ ഉണ്ടായിരിക്കാവൂ എന്നൊരു റൂൾ അതിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും ആശംസകൾ.